യേശുവിനോടൊപ്പം ചുറ്റിസഞ്ചരിച്ച് അവിടത്തെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ യേശുവിനോട് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നതായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവിടുത്തെ രോഗശാന്തിക്ക് സാക്ഷ്യം വഹിച്ചവരുമായ ശിഷ്യന്മാർ ഈ ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കാം യേശുവിനോട് ആവശ്യപ്പെട്ടത്? രോഗശാന്തി വരമോ അത്ഭുതം കാണിക്കുവാനുള്ള സാഹചര്യമോ കഴിവോ ഒന്നും തന്നെ അവരാഗ്രഹിക്കുകയോ അവരാവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല. യേശുവിൻ്റെ ഉദാത്തമായ പ്രാർത്ഥനാ മാതൃകയായിരിക്കാം അവരെ ആകർഷിച്ചത്. അതുമാത്രമല്ല, ആ കാലയളവിൽ ഓരോ വിഭാഗത്തിനും അവരുടേതായ മുഖമുദ്രയായ പ്രാർത്ഥനാ രീതികളുണ്ടായിരുന്നു. യഹൂദന്മാരുടെ പ്രാർത്ഥനാ രീതിയായ ക്ഷേമ പ്രാർത്ഥന, കദീശ പ്രാർത്ഥന, അതുകൂടാതെ യോഹന്നാൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പഠിപ്പിച്ച അവരുടേതായ പ്രാർത്ഥന, അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ പ്രാർത്ഥനാ രീതികൾ വശമായിരുന്നു. യേശുവിനോടൊപ്പം ആയിരുന്ന ശിഷ്യന്മാരും തങ്ങൾ പ്രത്യേകമായ ഒരു ശിഷ്യ വിഭാഗമാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെയും മുഖമുദ്രയായിട്ട് മാറുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന രീതി തങ്ങൾക്കും ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചിരുന്നിരിക്കാം. അതുകൊണ്ടാണ് യേശുവിനോട് അവർ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് യാചിച്ചത്. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഒരിടത്താണ്. എവിടെയാണ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചതെന്ന് പറയുന്നില്ല. സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുവാൻ നാം തിരഞ്ഞെടുക്കുന്നത് ദേവാലയങ്ങളും വിശുദ്ധ സ്ഥലങ്ങളുമാണല്ലോ. യേശു എല്ലായിടവും പ്രാർത്ഥനയാക്കി മാറ്റുന്നു എന്നുള്ളത് വളരെ അർത്ഥവത്തായ ഒരു സന്ദേശം നമുക്ക് പകർന്നു നൽകുന്നു. യേശു നിരന്തരം പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രചോദനം തരുന്ന ഇടങ്ങളായിരുന്നു. മലകളും ഏകാന്ത സ്ഥലങ്ങളും, ഒപ്പം കുരിശിൽ കിടന്നവരെ പ്രാർത്ഥിക്കുന്ന യേശുവിനെ നാം കാണുന്നു. യേശു പ്രാർത്ഥിക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ സാധാരണ രീതിയിൽ നീണ്ട പ്രസംഗങ്ങൾ ചെയ്യുകയോ നീണ്ട വ്യാഖ്യാനങ്ങൾ നൽകുകയോ ചെയ്യാതെ യേശു അവരോട് പറയുന്നു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ശിഷ്യന്മാരായ നിങ്ങളുടെ ശിഷ്യത്വത്തിൻ്റെതായ ദൗത്യ നിർവഹണത്തിൽ എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം പ്രാർത്ഥനയുടെ ലക്ഷ്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മനസ്സിൽ കണ്ടത്. ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 2 ഭാഗങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ഭാഗം പ്രാർത്ഥനയുടെ മാതൃകയും അതിൽ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട മുൻഗണനകളുമാണ് അവിടെ നിന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നാം കാണുന്നത് സ്ഥിരോത്സാഹത്തോടുകൂടി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെടുന്നത്. ഒരു യഥാർത്ഥ ശിഷ്യൻ പ്രാർത്ഥിക്കുകയും തൻ്റെ ജീവിതശൈലി യേശുവാകുന്ന രക്ഷകന്റെ മാതൃകയ്ക്കും സന്ദേശത്തിനും അനുകൂലമായിട്ട് മാറ്റുകയും ചെയ്യണമെങ്കിൽ ഈ 5 കാര്യങ്ങളും അവൻ നിർബന്ധമായിട്ടും പാലിക്കണമെന്ന് ഇതിലൂടെ സൂചനയുണ്ട്. ഒന്നാമത്, യേശു തൻ്റെ പ്രാർത്ഥനയിലൂടെ അവരെ ഉദ്ബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നാമം സമ്പൂജ്യമാക്കപ്പെടുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തോട് ആദരവ് വർദ്ധിപ്പിക്കുക, അവിടുത്തെ നാമം എല്ലാവരും അറിയുന്ന അവസ്ഥയിലെത്തിക്കുക, ആ നാമത്തിൻ്റെ ദൈവികത എല്ലാ മനുഷ്യരുടെയും ജീവിതാനുഭവത്തിൻ്റെ ഭാഗമാക്കുക എന്നതൊക്കെയാണ്. ദൈവത്തിൻ്റെ പേര് എന്ന് പറയുന്നത് തന്നെ പഴയ നിയമത്തിൽ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്ത പേര് നമുക്ക് സുപരിചിതമായ യാഹ്വേ എന്നുള്ളതാണല്ലോ. യാഹ്വേ എന്നത് ദൈവം എപ്പോഴും കൂടെയുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഞാൻ ആകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ആബ്സെൻ്റ് ആകാതെ എപ്പോഴും പ്രസൻ്റായി അവൻ കൂടെയുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അപ്രകാരം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്ന, എപ്പോഴും ആയിരിക്കുന്ന ഒരു പിതാവായ ദൈവമാണ് നമ്മുടേത് എന്നുള്ള ചിന്ത അവരിൽ രൂഢമാക്കുവാൻ വേണ്ടി യേശു ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിലെ പേരും അതുപോലെ ശ്രേഷ്ഠമാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. എപ്പോഴും എല്ലായിടത്തുമുള്ള ദൈവം നമ്മോടുകൂടെ ഒപ്പമാകുന്നതിൻ്റെ
അർത്ഥമാണ് പുതിയ നിയമത്തിലെ യേശുവിൻ്റെ പേര്. ഈ പേര് എല്ലായിടത്തും ഉള്ളതും എപ്പോഴും കൂടെയുള്ളതുമായ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ് ഈ പ്രാർത്ഥനയിൽ ആദ്യം മുൻഗണനാ ക്രമത്തിൽ യേശു പഠിപ്പിക്കുന്നത്. രണ്ടാമത്, അവിടുന്ന് ശിഷ്യത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥനയിലൂടെ നിരന്തരം ദൈവത്തോട് യാചിക്കണമെന്ന് പറയുന്നതും ദൈവത്തിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. യേശുവിൻ്റെ സന്ദേശം ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ആഹാരം കഴിക്കലും കുടിക്കലും അല്ല, അതിനും അതീതമായി ആ പ്രാർത്ഥന ദൈവരാജ്യത്തിൻ്റെ സന്ദേശമായിട്ട് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത് നീതിയും സമാധാനവും അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമെന്നാണ്. ദൈവരാജ്യത്തിൻ്റെ മുഖമുദ്രയായി മാറ്റേണ്ടത് ഈ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും നീതിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ്. രണ്ടാമത്, ശിഷ്യൻ, ക്രിസ്തു ശിഷ്യൻ ഓരോ ദിവസവും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഇപ്രകാരം ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തെ മുൻഗണനാ ക്രമത്തിലുള്ള പ്രാർത്ഥനയിൽ പറയുന്നത് നാം അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ളതാണ്. അന്നു വേണ്ട ആഹാരം അധ്വാനിച്ച് നാം കണ്ടെത്തേണ്ടതാണ്. നാളുകളെക്കുറിച്ച് ആകുലപ്പെടാതെ ഓരോ ദിവസത്തേക്കും ആവശ്യമായ വക അന്ന് തന്നെ കണ്ടെത്തി ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ തന്നെ നിസ്സാരത മനസ്സിലാക്കി അവിടത്തെ നാം അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നാണ്. ദൈവം നമുക്ക് ആവശ്യമായ തരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സുഭിക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധ്യമാകൂ എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. നാലാമത്തെ മുൻഗണനാ ക്രമത്തിലുള്ള പ്രാർത്ഥനയുടെ സന്ദേശമായി നമ്മുടെ മുമ്പിൽ അവിടെ നിന്ന് അവതരിപ്പിക്കുന്നത് ക്ഷമിക്കുവാനുള്ള ഒരു ജീവിത രീതിയാണ്. പാപക്ഷമ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നാം മനസ്സിലാക്കുന്നത്. ഒന്ന്, ദൈവത്തോട് നാം നിരന്തരം മാപ്പപേക്ഷിച്ച് പാപമോചനം നേടണമെന്നുള്ളതും. രണ്ടാമത്, നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് അവരുമായിട്ട് രമ്യതയിൽ കഴിയണമെന്നുള്ളതാണ്. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പരസ്പര പൂരകമായ തലങ്ങൾ ക്ഷമയിലൂടെ അന്വർത്ഥനമാക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയും നമ്മോട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അഞ്ചാമത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ പരിരക്ഷയാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും പ്രലോഭനങ്ങൾ വീഴാതെ ദൈവഹിതാനുസരിച്ച് മുന്നോട്ട് പോകുവാനും ദൈവപരിപാലന അത്യാവശ്യമാണ്. ഈ ദൈവപരിപാലനയാണ് ദൈവസംരക്ഷണമായിട്ട് ഓരോ ദിവസവും നമുക്കുണ്ടാകേണ്ടത്. ഓരോ ദിവസവും ഉണ്ടാകുന്ന ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥന പ്രതിരോധം സൃഷ്ടിക്കണമെന്നും ആ പ്രതിരോധത്തിലൂടെ ദൈവസംരക്ഷണം സ്വന്തമാക്കണമെന്നും കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ ഭാഗത്തെ രണ്ടാമത്തെ ഭാഗത്തിൽ നാം കാണുന്നത് ലജ്ജയില്ലാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. ദൈവത്തെ നിരന്തരം ശല്യപ്പെടുത്തണമെന്നാണ്. ഒന്നാമത്തെ വായന നമുക്കതിലേക്കൊരു സൂചന തരികയാണ്. അബ്രഹാം ദൈവത്തോട് തൻ്റെ ജനങ്ങളെ 10 പേരുണ്ടെങ്കിൽ അവരെ പ്രതി കൂടി നശിപ്പിക്കാതെ സംരക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥന. ദൈവത്തിന് മുമ്പിൽ വാശി പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന അബ്രഹാമിനെ നമ്മൾ കാണുകയാണ്. വീണ്ടും വീണ്ടും യാതൊരു മുട്ടുമില്ലാതെ സധൈര്യം ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത് ദൈവത്തിൻ്റെ മുന്നിൽ അനുഗ്രഹം യാചിക്കുന്ന അബ്രഹാമിൻ്റെ മനോഹരമായ ദൃഷ്ടാന്തമാണ് അവിടെ കാണുക. പ്രാർത്ഥിക്കുന്ന നമ്മളും ദൈവത്തിൻ്റെ മുമ്പിൽ ലജ്ജയില്ലാതെ വാശി പിടിക്കുന്നവരാകണം. ഒരു മുട്ടും കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകണം. ഈ പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ളൊരു സമ്പർക്കമാണ്. ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശിഷ്യരെന്ന രീതിയിൽ നിരന്തരം ദൈവത്തിൻ്റെ ആ മനോഭാവങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയണം. ആ മനോഭാവങ്ങളാണ് ശിഷ്യത്വത്തിൻ്റെ മുഖമുദ്രയായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന കർത്തൃ പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരിയായി ശിഷ്യപ്രാർത്ഥന എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. ദൈവം ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെതായ വില മനസ്സിലാക്കി അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ആ മുൻഗണനയ്ക്ക് അനുപാതമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമെന്നുള്ളതാണ്. അത് ഒരു മനോഭാവമാണ്, ദൈവസമ്പർക്കത്തിൻ്റെ മനോഭാവമാണ്. ഈ മനോഭാവം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യരായ നാം ഓരോരുത്തരും ക്രിസ്തു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാകുന്നത്. ഈ പ്രാർത്ഥന ഏറെ ശ്രേഷ്ഠമായിട്ട് മാറുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
നമുക്കുണ്ടാകേണ്ട മുൻഗണനകൾ എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന രീതിയിൽ ഉണ്ടാകേണ്ട മനോഭാവങ്ങളും മുൻഗണനകളും തൻ്റെ മാതൃകയിലൂടെ കർത്താവ് പകർന്നു നൽകിക്കൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഓരോ ദിവസവും നാം ഏറ്റുചൊല്ലുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവോന്മുഖമാക്കുവാനും ദൈവത്തിൻ്റെ ഹിതാനുസരണം ജീവിക്കുവാനുമുള്ള തിരുത്തലുകളായും വെല്ലുവിളികളായും നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ ശ്രേഷ്ഠത. അതുകൊണ്ട് തന്നെ ശിഷ്യപ്രാർത്ഥനയായ സ്വർഗസ്ഥനാപിതാവ് എന്ന പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഓരോ ദിവസവും തിരയുവാനും ആ മഹത്വത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് അതിന് ആനുപാതികമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും പരിശ്രമിക്കാം.